Hi amigos, welcome back to another fresh video. ഇന്ന് നമ്മൾ ഡയമെൻഷൻസ് ആൻഡ് മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് മൊഡ്യൂൾ ബിസിനസ് ഇൻ ഇന്ത്യയിലെ തേർഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് 2 പാർട്സിൻ്റെയും ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് എക്സാമിന് മുമ്പ് എന്തായാലും കാണണം കേട്ടോ. ഡയമെൻഷൻസ് ആൻഡ് മെത്തഡോളജിയിലെ ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂൾസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ എല്ലാ വീഡിയോസും നമ്മൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ ആ ലിങ്കും കൂടി ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് ഇന്നത്തെ പാർട്ടപ്പം നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് BPO? BPO അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിൽ നിന്നും ഏതെങ്കിലും ഒരു ടോപ്പിക്ക് 5 മാർക്കിന് ചോദിച്ച് കാണുന്നതാണ്. സോ ഈ ഒരു ഏരിയ നമുക്ക് ആദ്യം തന്നെ നോക്കാം. BPO എന്നത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അവരുടെ കമ്പനിയിലെ ഫങ്ഷൻസും പ്രോസസ്സും ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് പുറത്തു നിന്ന് ഒരു എക്സ്റ്റേണൽ ഏജൻസിയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ ഹെൽപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ ഏജൻസിനെയാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ BPO എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഇവിടെ ടോട്ടൽ 5 ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്, BPO യൂസ് ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ആവുകയും അതിലൂടെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആക്കുവാനും സാധിക്കുന്നു. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ്, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് റൺ ചെയ്യാനുള്ള കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. തേർഡ് ഒബ്ജക്റ്റീവ് ആണ്, എംപ്ലോയീസിൻ്റെ വർക്ക് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഫോർത്ത് ഒബ്ജക്റ്റീവ് ആണ്, എക്സ്റ്റേണൽ ഏജൻസീസിൻ്റെ ഹെൽപ്പ് കൂടി ഉണ്ടാവുമ്പോൾ കമ്പനിയുടെ ഓപ്പറേഷൻസിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ്, ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ ഒരു പാർട്ട് എക്സ്റ്റേണൽ ഏജൻസിക്ക് കൊടുക്കുന്നതിലൂടെ കമ്പനിയുടെ പുതിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിലും എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് ഇംപ്രൂവ് ചെയ്യുന്നതിലും കൂടുതൽ ഫോക്കസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇതാണ് BPOൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇനി BPOൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ 6 ടൈപ്സ് ആണ് BPOയിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഫ്രണ്ട് ഓഫീസ് ഔട്ട്സോഴ്സിംഗ്. ഈ ഒരു ടൈപ്പ് മീൻ ചെയ്യുന്നത് കമ്പനിയുടെ പുറത്തുള്ള ഫങ്ഷൻസ്, അതായത് കസ്റ്റമർ റിലേറ്റഡ് സർവീസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് BPO ആയിരിക്കും. ഇതാണ് ഈ ഒരു ടൈപ്പ്. ഇനി സെക്കൻഡ് ടൈപ്പാണ് ബാക്ക് ഓഫീസ് ഔട്ട്സോഴ്സിംഗ്. ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ ഫങ്ഷൻസ് സച്ചാസ് കമ്പനിക്ക് വേണ്ടി എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് പോലെയുള്ള ഇൻറ്റേർണൽ ഫങ്ഷൻസ് ആണ് ഈ ഒരു ടൈപ്പിൽ BPO ചെയ്യുന്നത്. ഇനി തേർഡ് ടൈപ്പാണ് ഓഫ് ഷോർ ഔട്ട്സോഴ്സിംഗ്. ഇപ്പോൾ കമ്പനി ഉള്ള കൺട്രിക്ക് പുറത്തുള്ളൊരു കൺട്രിയിലെ ഏജൻസിക്കാണ് BPO കോൺട്രാക്റ്റ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ടൈപ്പാണ് ഓഫ് ഷോർ ഔട്ട്സോഴ്സിംഗ്. ഇനി നമുക്ക് ഫോർത്ത് ടൈപ്പ് നോക്കാം, നിയർ ഷോർ ഔട്ട്സോഴ്സിംഗ്. ഇപ്പോൾ കമ്പനീസിൻ്റെ നെയ്ബറിങ് കൺട്രീസ് തമ്മിൽ തന്നെ ഒരു BPO കോൺട്രാക്റ്റ് വെക്കുകയാണെങ്കിൽ അതാണ് നിയർ ഷോർ ഔട്ട്സോഴ്സിംഗ്. ഓരോ ടൈപ്പിൻ്റെയും ആക്ച്വലി ആ ഫസ്റ്റ് വേർഡിൻ്റെ മീനിങ് തന്നെയാണ് ആ ഒരു ടൈപ്പ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇങ്ങനെ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്തായാലും അടുത്ത ടൈപ്പ് നോക്കാം, ഹൊറിസോണ്ടൽ ഔട്ട്സോഴ്സിംഗ്. ഇപ്പോൾ BPO ഏജൻസി ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഫങ്ഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിലുള്ള കമ്പനീസിനും ഈ BPO പ്രാക്ടീസ് ചെയ്യുന്ന അതേ ഫങ്ഷൻ തന്നെ ഓഫർ ചെയ്യുന്നതിനെയാണ് ഹൊറിസോണ്ടൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫങ്ഷൻ മാത്രമായിരിക്കും BPO അവർക്ക് ഓഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ടൈപ്പ് നോക്കാം, വെർട്ടിക്കൽ ഔട്ട്സോഴ്സിംഗ്. ഇവിടെ ഹൊറിസോണ്ടലിനെ പോലെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിനല്ല BPO ഓഫർ ചെയ്യുന്നത്, മറിച്ച് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് മാത്രമായിരിക്കും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് BPO ഓഫർ ചെയ്യുന്നത്. അതായത് ഈ ഹൊറിസോണ്ടലിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും വെർട്ടിക്കൽ ഔട്ട്സോഴ്സിംഗ്. ഇപ്പോൾ ഈ 6 ടൈപ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് BPOൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് മാത്രമായിട്ട് തന്നെ 5 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് BPOയിൽ നിന്ന് നമുക്ക് നോക്കേണ്ടതാണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. ഇപ്പോൾ ഓർഗനൈസേഷൻ അവരുടെ വർക്കിൻ്റെ ഒരു പാർട്ട് മറ്റൊരു ഏജൻസിക്ക് കൊടുക്കുന്നതിലൂടെ അവർക്ക് സ്റ്റാഫ്സും മറ്റ് ഫെസിലിറ്റീസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ആ രീതിയിൽ കമ്പനിക്ക് അഡീഷണൽ ആയിട്ടുണ്ടാകുന്ന കോസ്റ്റ് റെഡ്യൂസ് ആകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് അഡ്വാൻറ്റേജ് ആണ് കോൺസെൻട്രേഷൻ ഓൺ കോർ ബിസിനസ്. തേർഡ് പാർട്ടി ഏജൻസീസിന് കമ്പനി വർക്ക് കൊടുക്കുന്നതിലൂടെ കമ്പനിക്ക് അവരുടെ മെയിൻ പ്രോഡക്ട്സിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇനി തേർഡ് അഡ്വാൻറ്റേജ് ആണ് ഔട്ട്സൈഡ് എക്സ്പെർട്ടൈസ്. BPOയിലൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള സർവീസസ് കമ്പനിക്ക് അവൈലബിൾ ആകും. ഇനി അടുത്ത അഡ്വാൻറ്റേജ് ആണ്
എഫിഷ്യൻ്റ്ലി മീറ്റ് കസ്റ്റമേഴ്സ് ഡിമാൻഡ്സ്. കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യമെന്ന് റിസർച്ചിലൂടെയും സർവേസിലൂടെയും BPO കളക്ട് ചെയ്ത് ഓർഗനൈസേഷന് അവൈലബിൾ ആക്കുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കാം. റവന്യൂ ഇൻക്രീസസ്. കമ്പനീസ് അവരുടെ മെയിൻ പ്രോഡക്റ്റിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതിലൂടെ അവർക്ക് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാനും അതിലൂടെ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇതിലൂടെ BPO എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇനി നമ്മൾ ഈ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മിക്കപ്പോഴും essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ നീതി ആയോഗ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയാണ് നീതി ആയോഗിലെ നീതിയുടെ ഫുൾ ഫോം. January 1, 2015 നീതി ആയോഗ് യൂണിയൻ ക്യാബിനറ്റ് സെറ്റപ്പ് ചെയ്തത്. 1950 പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്താണ് ഗവൺമെൻറ് നീതി ആയോഗ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നീതി ആയോഗ് ആയിരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ലോങ് ടേം പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെക്നിക്കൽ അഡ്വൈസസും കൂടി നീതി ആയോഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും ഒരുമിച്ച് നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടി ആക്ട് ചെയ്യാനായിട്ട് നീതി ആയോഗ് ഒരു അൾട്ടിമേറ്റ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് നിൽക്കുന്നത്. നീതി ആയോഗ് ഒരു അഡ്വാൻസ്ഡ് റിസോഴ്സ് സെൻ്ററാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ വേണ്ട റിസോഴ്സസും സ്കില്ലും നോളജും ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? പുതിയ പ്രോഡക്റ്റിന് വേണ്ടി റിസർച്ചും ഇന്നോവേഷൻസും പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് അഡ്വാൻസ്ഡ് റിസോഴ്സസ് സെർവ് ചെയ്യുന്നത്. ഇതാണ് നീതി ആയോഗിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് നീതി ആയോഗിൻ്റെ ഫങ്ഷൻസ് നോക്കാം. നമുക്ക് ടോട്ടൽ 10 ഫങ്ഷൻസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഫങ്ഷൻ നമുക്കൊന്ന് നോക്കാം. നാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് നീതി ആയോഗിലൂടെയാണ് ഇവോൾവ് ചെയ്യുന്നത്. സെക്കൻഡ് ഫങ്ഷൻ, ഗവൺമെൻറ് പവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരു സപ്പോർട്ടീവായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് നീതി ആയോഗ് ഫങ്ഷൻ ചെയ്യുന്നത്. തേർഡ് വൺ ആണ്, വില്ലേജ് ലെവൽസിൽ വേണ്ട പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുകയും ഗവൺമെൻറ്റിൻ്റെ ഹയർ ലെവൽസിലേക്ക് ഈ പ്ലാൻസ് കമ്പൈൻ ചെയ്യുകയും ചെയ്യുന്നതാണ് തേർഡ് ഫങ്ഷൻ. ഫോർത്ത് ഫങ്ഷൻ, നേഷൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ട എക്കണോമിക് സ്ട്രാറ്റജീസും പോളിസീസും ഉണ്ടാക്കുക. ഇനി ഫിഫ്ത്ത് ഫങ്ഷൻ നോക്കാം. സൊസൈറ്റിയുടെ വീക്കായിട്ടുള്ള സെക്ഷൻസിന് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നീതി ആയോഗിൻ്റെ ഫങ്ഷൻ. ഇനി സിക്സ്ത് ഫങ്ഷനാണ് ലോങ് ടേം പോളിസിയും പ്രോഗ്രാംസും ഡിസൈൻ ചെയ്യുകയും അതിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുകയും വേണ്ട കറക്ഷൻസ് എടുക്കുകയും ചെയ്യുന്നത്. ഇനി അടുത്ത ഫങ്ഷനാണ് എഡ്യൂക്കേഷനും പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും പോലെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നാഷണൽ ഇൻ്റർനാഷണൽ പാർട്ടീസിനും അഡ്വൈസസും പാർട്ട്ണർഷിപ്സിന് വേണ്ട എൻകറേജ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുക. ഇനി എയ്ത്ത് ഫങ്ഷനാണ് ഒരു നാഷണൽ ഇൻ്റർനാഷണൽ എക്സ്പേർട്സിൻ്റെയും പ്രാക്ടീഷണേഴ്സിൻ്റെയും സപ്പോർട്ടോടുകൂടി നോളജ്, ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണോറിയൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത ഫങ്ഷനാണ് ഒരു നേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യും. ഇനി നമുക്ക് ലാസ്റ്റ് ഫങ്ഷൻ നോക്കാം. ഒരു ഗുഡ് ഗവേണൻസിനും ബെസ്റ്റ് പ്രാക്ടീസസിനും വേണ്ടി ഒരു റിസോഴ്സ് സെൻറ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നീതി ആയോഗ് പ്രൊവൈഡ് ചെയ്യും. സോ ഇതാണ് നീതി ആയോഗിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ ഇതോടെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 3 പാർട്സിലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ നോക്കണം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ഓൾസോ advance happy new year to all of you. I wish this year brings a lot of happiness and joy to each of your lives. Stay tuned for our next video. Bye bye.